എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ചാനലിൽ ഇത് 62ാമത്തെ ലെക്ചർ സീരീസാണ്. പ്രധാനമായിട്ട് എന്താണ് ആത്മീയത, അല്ലെങ്കിൽ ആത്മീയതയിൽ എന്താണ് കടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, കടന്നാൽ എന്താണ്, ഇതിനകത്തുള്ള അന്ധവിശ്വാസം എന്താണ്, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പല ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ പറയുമ്പം ഒരു കാര്യം നടക്കണമെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വിശ്വാസം വേണം എന്ന് പറയാറുണ്ട്, ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ് 1940s ഇറങ്ങിയിട്ടുള്ളൊരു ബുക്കുണ്ട്. ഇതാണ് വേൾഡിലെ നമ്പർ 1 ബുക്ക്. അപ്പോൾ ഉപബോധ മനസ്സിൽ എന്താണോ അതാണ് നമുക്ക് നടക്കുന്നത്. അപ്പം ഇത് ബേസ് ചെയ്തിട്ടാണ് എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും, അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ളവരെല്ലാം ഡ്രീം ഇറ്റ് വിൽ ഹാപ്പൻ, നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു കാര്യം വിശ്വസിച്ചാൽ അത് നടക്കുമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബേസിസാണ്. അപ്പം ഈ ഒരു ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ എല്ലാ ബുക്കുകളും, സീക്രട്ട് എന്ന് പറയുന്ന ബുക്കായാലും ആൽക്കമിസ്റ്റ് ആയാലും ഇൻ്റർനാഷണൽ ബുക്സ് എല്ലാം ഇത് ബേസ്ഡാണ്. അപ്പോൾ ഈ ഉപബോധ മനസ്സിനെ എങ്ങനെ ടാപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസും ബുക്സും ഒക്കെ അവൈലബിളാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയുന്ന ബോധ മനസ്സും ഉപബോധ മനസ്സെന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ പലപ്പോഴും കോൺഷ്യസ് മൈൻഡോടു കൂടിയല്ല, ബോധ മനസ്സോടുകൂടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഉദാഹരണത്തിന്, നമ്മളൊരു വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പം നമ്മൾ ബോധ മനസ്സോടു കൂടിയാണ്, കോൺഷ്യസ് മൈൻഡോടു കൂടിയാണ്. പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കുകയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പല പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ നമ്മളറിയാതെ നമ്മുടെ വണ്ടി ഓടുകയാണ്. അതെങ്ങനെയാണ്? അത് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഇംപ്രിൻ്റാണ്. അതൊരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന കണക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും സാധിക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇൻപുട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതല്ല ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഈ ആത്മീയത എന്ന് പറയുന്ന ഫീൽഡ്, അല്ലെങ്കിൽ സത്യാന്വേഷണം എന്ന് പറയുന്ന ഈ ഒരു യാത്രയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ സംസാരിക്കുന്ന കണക്കും ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ പറയുന്നത് പോലെയും നമ്മൾ ആത്മീയ മേഖല ഇതാണ്, അല്ലെങ്കിൽ സത്യം അന്വേഷിച്ച് ചെന്നാൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ വെജിറ്റേറിയൻ ആവണം, അല്ലെങ്കിൽ ഇത്ര മെഡിറ്റേഷൻ ചെയ്യണം, ഇത്ര മന്ത്രം പറയണം എന്നൊക്കെ പറയുന്ന കുറേ റൂളും ചട്ടവും ആരോ എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മുമ്പേ പോകുന്ന കുറേ ആൾക്കാരുടെ പുറകെ ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുന്ന പറയുന്ന കണക്ക് ഈ പുറകെ വരുന്നവരെല്ലാം ഇതെടുത്ത് വെച്ച് ബുദ്ധൻ 10 കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ശങ്കരാചാര്യർ 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈബിളിൽ 10 കമാൻഡ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ആത്മീയത എന്ന് പറയുന്ന സാധനത്തിൽ ശരിക്കും ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നമ്മൾ ആത്മീയതയിലൂടെ കടന്നു ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇന്നത് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്താൽ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ പറയുന്ന കണക്ക് നമ്മൾ എന്താണോ മുൻകൂട്ടി തീരുമാനിച്ചത് അതായിരിക്കും ഔട്ട്പുട്ട്. ശരിക്കും റിയൽ സ്പിരിച്വാലിറ്റി അതല്ല. റിയൽ കോൺഷ്യസ്നെസ്, റിയൽ അവയർനെസ് എന്ന് പറയുന്നത് അതല്ല. അതൊരിക്കലും വാക്കുകൾ കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ എന്നാലും നമുക്ക് പറയാം, അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടത്തില്ല, വാക്കുകളിലൂടെ കിട്ടത്തില്ല, അല്ലെങ്കിൽ വേറെ ആളുടെ പ്രസംഗത്തിലൂടെ കിട്ടത്തില്ല, കാഴ്ചയിൽ കിട്ടത്തില്ല. അപ്പം ഇതൊന്നുമല്ല. അപ്പം ഇതല്ലാത്തൊരവസ്ഥയാണ് അവിടെ എന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം എന്താണ് തടസ്സമെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം മുൻധാരണകളോട് കൂടിയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം മുൻധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നമുക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്.
അതായത് നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെ ആയിരിക്കണം, നമ്മുടെ മക്കൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം, യങ്ങർ ജനറേഷൻ എങ്ങനെ ആയിരിക്കണം, പ്രായമുള്ളവർ എങ്ങനെ ആയിരിക്കണം, ഗവൺമെൻറ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നെല്ലാം നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഓരോന്നിനെയും കാണുന്നത്. പക്ഷേ ആത്മീയത അപ്രോച്ച് ചെയ്യുമ്പോൾ, ട്രൂത്ത് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അപ്രോച്ച് ചെയ്യുമ്പം മുൻധാരണയോട് കൂടി നമ്മൾ അപ്രോച്ച് ചെയ്താൽ ആ മുൻധാരണയിൽ എന്തുണ്ടോ അതേ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ സ്വതന്ത്രമായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ മുൻധാരണകൾ പാടില്ല. മുൻധാരണകളോടുകൂടി ഇതിനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ എന്താണോ മെഡിറ്റേഷൻ ചെയ്താൽ എനിക്ക് ഇന്നത് കിട്ടുമെന്ന് വിശ്വസിച്ചാൽ അതാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണ്? ഈ പാതയിൽ മനസ്സിനെ അടക്കാനാണ്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായി വരാനാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആൾക്കാരെല്ലാം അവരപ്രോച്ച് ചെയ്തിരിക്കുന്നത് എല്ലാം ഓരോരുത്തരും മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണ്? ഇന്ന ആവശ്യത്തിനാണ്. അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? ഇന്ന ആവശ്യത്തിനാണ്. ആശ്രമത്തിൽ പോകുന്നത് എന്തിനാണ്? ഇന്ന ആവശ്യത്തിനാണ്. അപ്പം അങ്ങനെ ഉള്ള മുൻധാരണകളോടുകൂടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പാതയിൽ കടക്കാൻ, അല്ലെങ്കിൽ കടക്കുകയല്ല, ആക്ച്വലി നമ്മൾ ഓൾറെഡി അതാണ്, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു ചോദ്യം വരും, അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ? നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കുറേ പുസ്തകങ്ങൾ വായിക്കുന്നു, നമുക്ക് മുമ്പേ പോയവരുടെ അനുഭവ കഥകൾ വായിക്കുന്നു, എന്നിട്ട് നമ്മൾ അതിശയോക്തിയോടു കൂടി നോക്കുന്നു, നമുക്കില്ല അവർക്കുണ്ട്. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ മനസ്സിനൊരു മുൻധാരണ വരും. എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ കടക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇന്നതാണ് റിസൾട്ട് എന്ന് വരും. അപ്പോൾ ആ പുസ്തക വായനയിലൂടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് തടസ്സമാണ് ഉണ്ടാവുന്നത്. ഇത് വളരെ തെളിച്ചത്തോടു കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ പുസ്തക വായന എന്ന് പറയുന്നൊരു ഹരമുള്ള ഏർപ്പാടാണ്. ആ ഹരത്തിലൂടെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് നമ്മൾ എത്തത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുസ്തകത്തിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ഇനി നമ്മൾ തീരുമാനിക്കണം, പുസ്തകം വായിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ മേഖലയിൽ, അറിവിൻ്റെ മേഖലയിൽ. ഇനി ഈ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പ്രഭാഷണം നമ്മൾ കേൾക്കുന്നു. അത് കേൾക്കുന്നതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമുക്കൊരു പ്രയോജനവും ഇല്ല. അത് അവരുടെ അനുഭവമാണ്. 800 കോടി ജനങ്ങളാണ് ലോകത്തുള്ളത്. 276 രാജ്യങ്ങളാണ് മൊത്തം ഉള്ളത്. ഒരേ കണക്ക് വേറൊരാളില്ല. അപ്പം വേറൊരാളുടെ അനുഭവം നമ്മൾ കേട്ടതുകൊണ്ട് നമുക്ക് അങ്ങേയറ്റം പോയ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഉണ്ടാവുന്നല്ലാതെ നമുക്ക് മറ്റ് അഡ്വാൻറ്റേജ് ഒന്നും വരത്തില്ല. കേൾക്കണ്ട എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ കേൾക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ അവരെ അനുകരിക്കാൻ ശ്രമിക്കും. ഈ പുസ്തകം വായിച്ചാലും വേറൊരാളുടെ പ്രഭാഷണം കേട്ടാലോ നമ്മളവരെ അനുകരിക്കാൻ ശ്രമിക്കും. ഇനി നമ്മൾ സത്സംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സത്സംഗിൽ പോയാൽ എന്താ? നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ കുറേ അനുഭവങ്ങൾ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ അനുഭവം ഉണ്ടോ എന്ന് നോക്കും. ഒന്നുകിൽ നമ്മൾ പറയും നമുക്ക് അനുഭവം കൂടുതലുണ്ട്, അവർ കുറവുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളിവരെ കമ്പയർ ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരിക്കലും ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് ഒന്നിനോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റുന്നതല്ല. ഇത് വാക്കുകൾക്ക് അതീതമാണ്. ഇത് ടൈം ആൻഡ് സ്പേസിന് അതീതമാണ്. അപ്പോൾ സത്സംഗ് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്സംഗ് നമ്മളെ പുറകോട്ട് വലിക്കും. പിന്നെന്താണ്? ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ നല്ല സ്ഥലങ്ങളിൽ പോവുക, നല്ല ആൾക്കാരെ കാണുക. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ എന്താ? നമുക്കതും അനുകരിക്കാൻ തോന്നും. അപ്പോൾ ചുരുക്കത്തിൽ എന്തായി? ഈ നല്ല കാഴ്ചകൾ കണ്ടാൽ പോലും അത് നമ്മളെ പുറകോട്ട് വലിക്കും. ഇനി നമ്മൾ പുസ്തകം പറഞ്ഞു, പ്രഭാഷണം പറഞ്ഞു, നല്ല കാഴ്ചകൾ പറഞ്ഞു. ഇനി ഭക്ഷണം എടുത്ത് നോക്കി. അവർ പറയും വെജിറ്റേറിയൻ ആയിരിക്കണം, സാത്വിക് ഫുഡായിരിക്കണം എന്ന് പറയും. അപ്പോൾ ഇതെടുക്കുമ്പോൾ തന്നെ നമ്മൾ മുൻധാരണയോട് കൂടിയാണ് എടുക്കുകയാണ്. എന്താണ്? നോൺ വെജിറ്റേറിയൻ കൊള്ളത്തില്ല, വെജിറ്റേറിയൻ കൊള്ളാം. ഇതാരാ തീരുമാനിച്ചത്? ഇതെങ്ങനെയാണ് തീരുമാനിച്ചത്? ആര് പറഞ്ഞിട്ടാ? അത് സത്യമാണോ?
അത് സത്യമല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇതെല്ലാം നമുക്ക് ഈ ചവിട്ടുപടിയിലേക്ക് കയറാൻ വേണ്ടി പഠിപ്പിച്ച് തന്നിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ ഭക്ഷണത്തിലൂടെ ഇത് സാധ്യമാവുമോ? ഭക്ഷണത്തിലൂടെ ഇത് സാധ്യമല്ല. ഇപ്പം എന്താ ഈ പുസ്തകം വായനയിൽ ഇല്ല, കേൾവിയിൽ, കാഴ്ചയിൽ, രുചിയിൽ പറ്റത്തില്ല. ഇനി നമ്മൾ കുറേ പ്രാണായാമം ചെയ്തു, കുറേ ശ്വാസം എടുത്തു, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തു, കിട്ടുമോ? അവിടെയും കിട്ടാൻ സാധ്യത കുറവാണ്. കാര്യം എന്താ, നമ്മൾ ആരോ പഠിപ്പിച്ചു ഇത് ചെയ്താൽ നമുക്ക് ഇന്നത് കിട്ടുമെന്ന്. ഇനി ചിലർ മന്ത്രം പറയാൻ പറയും, കിട്ടുമോ? മന്ത്രം പറയുന്നത് ഏതിലൂടെയാണ്? പഞ്ചേന്ദ്രിയത്തിലൂടെയാണ്. പഞ്ചേന്ദ്രിയത്തിലൂടെ കിട്ടത്തില്ല. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ ആരെങ്കിലും ഈ പാതയിൽ കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ വക കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ പാതയിൽ കടക്കത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ തെറ്റായ ഏരിയയിലോട്ട് കടന്നു ചെല്ലും. എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നടക്കും, നമുക്ക് വലിയ എക്സ്പീരിയൻസൊക്കെ കിട്ടും, തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആവും, നമ്മൾ പല കാഴ്ചയും കാണും, പലതുമൊക്കെ കേൾക്കുകയും ചെയ്യും. പക്ഷേ ഈ കണ്ടതും കേട്ടതും ഒന്നും ആത്മീയതയല്ല. കാര്യം എന്താ, ഇത് ഓൾറെഡി നമ്മൾ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഓൾറെഡി അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില സാധനങ്ങളാണ്. അപ്പം ഇതിൽ നിന്നൊന്നും കിട്ടത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ ഒരു കാര്യത്തെ കാണുന്നതും കേൾക്കുന്നത്, അതേപോലെ നമുക്ക് കാണാനും കേൾക്കാനും പറ്റിയാൽ എല്ലാത്തിനകത്തും അടങ്ങിയിട്ടുള്ള ഡിവിനിറ്റി, സത്തെന്ന് പറയുന്നത്, ഒറിജിനൽ ട്രൂത്ത് എന്ന് പറയുന്നത് നമുക്ക് അന്നേരം മാത്രമേ കാണാനും കേൾക്കാനും പറ്റൂ. ഇപ്പം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒരാളുടെ ഡ്രസ്സ് കണ്ടാൽ പോലും നമുക്ക് മുൻവിധിയുണ്ട്, ഒരാളുടെ കളറ് കണ്ടാൽ മുൻവിധിയുണ്ട്, ഒരാളുടെ സംഭാഷണം കേട്ടാൽ നമുക്ക് മുൻവിധിയുണ്ട്, ഒരാളുടെ ക്വാളിഫിക്കേഷൻ കേട്ടാൽ നമുക്ക് മുൻവിധിയുണ്ട്. ഇങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് മുൻവിധിയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളെ കാണുന്നത് പ്യുവറായിട്ടല്ല, ശുദ്ധമായിട്ടല്ല, കേൾക്കുന്നത് ശുദ്ധമായിട്ടല്ല. അപ്പം നമ്മൾ എന്താ വേണ്ടത്? കൊച്ചു കുട്ടികൾ ദൈവമെന്ന് പറയുന്നതിന് കാരണം എന്താ? അവർക്ക് മൈൻഡ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവർ വളരെ നാച്ചുറലായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇതേപോലെ ആയിരിക്കണം ഈ ഒരു സത്യാന്വേഷണത്തിൻ്റെ മാർഗത്തിൽ കടക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ ഡിഗ്രി എന്ന് അവാർഡ് ചെയ്യുന്ന PhD എടുക്കുമ്പോഴും അവിടെ ഒരു ഗൈഡുണ്ട്. ഗൈഡിൻ്റെ ജോലി എന്താ? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതല്ല, ഇന്നതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നെ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി ആ ഹൈപ്പോത്തസിസ് നമ്മൾ തന്നെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ലാബിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെയും നമ്മളാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ പലപ്പോഴും അങ്ങനെ അല്ല ചെയ്യുന്നത്. നമ്മളൊന്നെങ്കിൽ പുസ്തകമായിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ആദി ശങ്കരാചാര്യമായിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ബുദ്ധനുമായിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ കൃഷ്ണനുമായിട്ട് കമ്പയർ ചെയ്യും. ഇനി ഒന്നുമില്ലെങ്കിലും കുറേ സംസ്കൃത ശ്ലോകം നമ്മൾ പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതല്ല ഇതല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആര് പറഞ്ഞു? ആരുടെ വാക്കുകളാണ്? നമുക്ക് വാക്കുകളില്ലേ? നമുക്ക് തന്നെ ഇത് പറയാൻ പറ്റത്തില്ലേ? നമ്മളെങ്ങനെയാണ് മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഹിന്ദിയൊക്കെ സംസാരിക്കാൻ പഠിച്ചത്? മാതൃഭാഷ വീട്ടിൽ നിന്ന് പഠിച്ചു. ബാക്കി എങ്ങനെയാണ് പഠിച്ചത്? ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിച്ചത്? ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷയല്ല. സ്കൂളിൽ ചെന്ന് ABCD പഠിച്ചു, അക്ഷരങ്ങൾ പഠിച്ചു, ഗ്രാമർ റണിൻ മാർട്ടിൻ വെച്ച് ഗ്രാമർ പഠിച്ചു, എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു, ഒക്കെ ചെയ്തു. ഇപ്പം നമുക്ക് അക്ഷരം ആവശ്യമുണ്ടോ? ഇല്ല. ഒരേ കണക്കാണോ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഒരേ കണക്കാണോ എല്ലാവരും ഇംഗ്ലീഷ് എഴുതുന്നത്? അല്ല. അപ്പം അത്ര വിഭിന്നമാണ്. ഇത് നമ്മൾ വേറൊരാളെ കോപ്പി ചെയ്യാനോ വേറൊരാളാവാനോ ശ്രമിച്ചാൽ, ഇന്ന് വരെ ഒരാൾക്കും വേറൊരാളാവാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഒരു മദർ തെരേസയേ ഉള്ളൂ, ഒരു നെൽസൺ മണ്ടേലേ ഉള്ളൂ, ഒരു മഹാത്മാഗാന്ധിജിയേ ഉള്ളൂ. എന്താ അതുപോലെ വേറെ ആൾക്കാർ വരാത്തെന്താ? അതൊരിക്കലും സാധ്യമല്ല. പിന്നെ ഇവരെയൊക്കെ നിർത്തിയിരിക്കുന്നത് എന്താണ്? നമുക്കൊരു മോട്ടിവേഷനും ഒരു ഇതിനാണ്, അല്ലാതെ അവരെ അനുകരിക്കാനല്ല. അതൊക്കെ അവർ സ്മൃതിയിൽ ഓരോ കാലത്തും സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി
ആണ് അവർ പ്രവർത്തിച്ചത്. അവർ ശ്രുതി അവർക്കറിയാം, പക്ഷേ അവർ പ്രവർത്തിച്ച മേഖല സ്മൃതിയിലാണ്. അപ്പം നമ്മൾ ഈ ശ്രുതി എടുക്കാതെ ഈ സ്മൃതിയുടെ പുറകിലാണ് പലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തടസ്സങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തടസ്സങ്ങളിലൂടെയാണ് പോകുന്നത്. യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ വായന പാടില്ല, കേൾവി പാടില്ല, ഒന്നും പാടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ഒരു 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 എന്താണ് പറയുന്ന ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. അതിൽ ഇത് ഒഴുകി വരണമെങ്കിൽ ആ ഗ്ലാസ്സിനകത്തൊന്നും പാടില്ല. ഒരു കുട്ടി എങ്ങനെയാണോ മനസ്സില്ലാതെ, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളില്ലാതെ, ഈ ചിന്തകളുടെ ഭണ്ഡാരമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. നമ്മൾ എന്ത് കേട്ടാലും ഉടനെ അനാലിസിസ് നടത്തും, ഉടനെ കമ്പയർ ചെയ്യും. എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? നമ്മുടെ മനസ്സിനകത്ത് ഓൾറെഡി അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഇതും അതുമായിട്ട് കമ്പാരിസൺ നടക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പ്രഭാഷണം നടന്നിട്ട് നമ്മൾ കേട്ടോ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രഭാഷണം ഗംഭീരമായതുകൊണ്ടല്ല, നമ്മുടെ ഉള്ളിലുള്ളതും ആൾ സംസാരിച്ചും തമ്മിൽ എന്തോ മാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഗംഭീരമാണെന്ന് പറയും. ഇനി വേറെ ചിലർ പറയും ഇതിനകത്തൊന്നുമില്ല, ഇതിനകത്ത് എന്താ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ ആളുടെ തലത്തിൽ നിന്നിട്ടാണ് ആൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അത് ഒരു മുൻധാരണയില്ലാതെ കേട്ട് നോക്കിയാൽ അതിഗംഭീരമാണ്, കാഴ്ചകൾ ഗംഭീരമാണ്. നമ്മളീ സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം നമുക്ക് ചുറ്റും പ്രകൃതിയുടെ ഒരു ശബ്ദമുണ്ട്. ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഒരുപക്ഷെ ചിലർ പറയാം അത് ഓമിൻ്റെ ശബ്ദമാണ്. ശരിക്കും പറഞ്ഞാൽ അത് ആദിയിലെ ശബ്ദമാണ്. അതായത് ബിഗ് ബാങ്ങിലെ ശബ്ദം നമുക്ക് ഓരോരുത്തരും ചെവി കോർത്താൽ കേൾക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പഞ്ചേന്ദ്രിയത്തിൻ്റെ അടിമയിലാണ്. ഞാനീ പറയുമ്പം ഒന്ന് ശ്രദ്ധിച്ച് ചെവിയിൽ ആ ശബ്ദം കേൾക്കാൻ പറ്റും. എത്ര കോലാഹലം ഉണ്ടെങ്കിലും കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സൈലൻസ്. യഥാർത്ഥത്തിൽ നമ്മൾ ബിഗ് ബാങ്ങിന് മുമ്പുള്ള ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്. അതാണ് ട്രൂത്തും കോൺഷ്യസ്നെസ്. അവിടെ ഒന്നുമില്ല, അവിടെ സെപ്പറേഷനും ഇല്ല, കോൺഫ്ലിക്റ്റും ഇല്ല. അപ്പം ഇത് ഇതൊരു ഫൗണ്ടേഷനായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളാണ് എന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ വളരെ സ്വതന്ത്രരാണ്. ഒരു സംസ്കൃതവും വേണ്ട, ഒരു പുസ്തകവും വേണ്ട. ഇത് കടുകട്ടി സാധനങ്ങളാണ് പഠിച്ച് ആൾക്കാർ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അത് നമുക്കൊരു പക്ഷേ യൂണിവേഴ്സിറ്റി ഡിഗ്രി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രൊഫസറാവാം, ഒക്കെ ആവാം എന്നല്ലാതെ ആത്മീയതയിൽ ഒരു ചുവട് പോലും മുമ്പോട്ട് വയ്ക്കാൻ പറ്റത്തില്ല. ആത്മീയതയിൽ ചുവട് വയ്ക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ സ്വതന്ത്രമായിരിക്കണം, ഫുൾ ഫ്രീഡം ആയിരിക്കണം. മുൻധാരണകൾ പാടില്ല. ആ മുൻധാരണകൾ ഉള്ളവർക്ക് ഈ മേഖലയിൽ കടക്കാൻ പറ്റത്തില്ല. പിന്നെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവാം, അല്ലെങ്കിൽ നമുക്ക് പ്രഭാഷണം നടത്താം, വേണമെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ അവാർഡും വാങ്ങിക്കാം അതിനകത്ത്. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റിയൽ ട്രൂത്ത് എന്ന് പറയുന്നത് അതിനപ്പുറമാണ്. അപ്പോൾ അതെങ്ങനെയാണ്? അത് വാക്കുകൾക്ക് അതീതമാണ്. അതിന് ടൈമും ഇല്ല, സ്പേസും ഇല്ല. എന്ന് പറയുമ്പോൾ അത് സർവ്വം വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാത്തിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാത്തിലും ഉണ്ട്. എല്ലാം അതാണോ എന്ന് ചോദിച്ചാൽ എല്ലാം അതാണ്. പക്ഷേ ആ വ്യക്തിക്കത് തിരിച്ചറിയാവോ എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റും 800 കോടി ജനങ്ങളിലും അതാണെന്ന്. ഇനി 800 കോടി ജനത്തിനും ഇത് തിരിച്ചറിയണമെന്നില്ല, നമുക്ക് തിരിച്ചറിഞ്ഞാൽ മതി. അതാണ് ആക്ച്വലി റിയൽ സ്പിരിച്വാലിറ്റി. പക്ഷേ നമ്മൾ വേറൊരാളെ കൂട്ടുവിളിക്കും, വേറൊരാൾക്ക് മാർക്കിടാൻ നിൽക്കും. പക്ഷെ ആർക്കും ഇവിടെ മാർക്കിടാൻ ഒരാളില്ല. ഇവിടെ ഒരു അധ്യാപകനും ഇല്ല, ഒരു ശിഷ്യനും ഇല്ല. മാർക്കിടാനും പരീക്ഷിക്കാനും ഒന്നുമില്ല ഇവിടെ. ഒന്നുമില്ലാത്തൊരവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞാൽ അറിവിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. നമ്മൾ എന്താ ചെയ്തത്? റിയൽ അറിവിലേക്ക് വരാൻ നമ്മൾ പുസ്തകവും സംസ്കൃതവും പ്രഭാഷണവും ഒക്കെ നമ്മൾ തലയിൽ കയറ്റി. ഇനിയാണ് ഇത് അൺലേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എടുത്ത് കത്തിച്ച് കളയണം, ഇതെല്ലാം എടുത്ത് ദൂരെ കളയണം. എന്നാൽ മാത്രമേ നമുക്കിതിൽ ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് വയ്ക്കാൻ പറ്റൂ. താങ്ക് യു.